89/2025 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി, ഡച്ചുകാർ. ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, മാവോ സേ തൂങ്. വ്യവസായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ബ്രിട്ടനാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, രണ്ടാം വട്ടമേശ സമ്മേളനം. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ സി, ബ്രസീൽ ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, 2, 3, 4 ആണ് ശരി. ശിലകളെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്നറിയപ്പെടുന്നു. അത് തെറ്റാണ്. സമുദ്രങ്ങളുടെ അടിത്തട്ടിലൂടെ ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണത്തേക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. അതായത് 2, 3, 4 മാത്രമാണ് ശരി. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതല്ല? ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3 തെറ്റാണ്. അതായത് മാർബിൾ ഒരുതരം ആഗ്നേയശില, അത് തെറ്റാണ്. ഇന്ത്യയിൽ ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനമാണ്, അത് തെറ്റാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്, അതും തെറ്റാണ്. കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്, അത് ശരിയാണ്. ബാക്കി 3 തെറ്റാണ്. കാറ്റിൻ്റെ വേഗതയും ഗതിയെയും സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വേലിബലമാണ് സ്വാധീനിക്കാത്ത വേലിബലം. അപ്പം സ്വാധീനിക്കുന്നതാണ് കോറിയോളിസ് ബലം, കർഷണബലം, മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി, 1, 4 ആണ് തെറ്റായ പ്രസ്താവനകൾ. അതായത് റായ്പൂർ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ്, അത് തെറ്റാണ്. പാമ്പാർ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്, അത് ശരിയാണ്. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്, അത് ശരിയാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 37% പ്രദേശം വനങ്ങളാണ്, അത് തെറ്റാണ്. 2, 3 മാത്രമാണ് ശരി. സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ്? ആൻസർ ഓപ്ഷൻ ബി, ജപ്പാൻ്റെ ആണ്. 1-ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി? ആൻസർ ഓപ്ഷൻ എ, KN രാജാണ്. കാർഷിക മേഖലാ വികസനവും ചെറുകിട കുടിൽ വ്യവസായ വികസനവും കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏത്? ആൻസർ ഓപ്ഷൻ സി, നബാർഡാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ സി, 5-ാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ എ, സുമൻ ബേറി. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം. അതായത് ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപ്പാദനം വർദ്ധിച്ചു. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതോടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ധാന്യശേഖരണം വർദ്ധിച്ചു. വിദേശ ആശ്രയത്വം ഇല്ലാതായി. ഇതെല്ലാം ശരിയാണ്.
ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി 1, 3 മാത്രമാണ് ശരി. ഭരണഘടന പുനരവലോകനവും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. സ്പീക്കർ പദവി അധികാരങ്ങളും നിർദ്ദേശ തത്വങ്ങളും അമേരിക്കയിൽ നിന്നല്ല. സ്വതന്ത്ര നീതിന്യായ സംവിധാനവും അമേരിക്കയിൽ നിന്ന്, അതായത് ഭരണഘടനാ പുനരവലോകനവും സ്വതന്ത്ര നീതി സംവിധാനവുമാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത്. ഹൈക്കോടതികളുടെ റിട്ട് അധികാരം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 226 മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർത്ത ഭേദഗതി? ആൻസർ ഓപ്ഷൻ സി 42 ഭേദഗതി. അനുമാനിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി എയും ഡിയുമാണ്. ജയിക്കാൻ ഭൂരിപക്ഷം വേണം, അതുപോലെ വോട്ട് പാർട്ടിക്ക്. ഇതാണ് അനുമാനിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി 2, 4. അതായത് തൊഴിൽ സംഘടന കൺകറന്റ് ലിസ്റ്റിലാണ്, അതുപോലെ മൃഗസംരക്ഷണവും കൺകറന്റ് ലിസ്റ്റിലാണ്. പൊതുജന ആരോഗ്യം, മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല. പൊതുജന ആരോഗ്യം, മൃഗസംരക്ഷണമാണ് ഉൾപ്പെടാത്തത്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് തൊഴിൽ സംഘടനകളും മായം ചേർക്കലും മാത്രമേ. അതായത് 1, 4 കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. നിയമനിർമ്മാണ നടപടികൾ കമ്മിറ്റി ഘട്ടത്തിൽ ഉൾപ്പെട്ടത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി വിശദമായി പരിശോധിക്കുന്നു. 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ്. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നതിൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി സി അച്യുത മേനോനാണ്. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADSന്റെ ഭരണസമിതിയിൽ ആകെ അംഗങ്ങൾ എത്ര? ആൻസർ ഓപ്ഷൻ ബി 11. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടതേത്? ആൻസർ ഓപ്ഷൻ ബി തളിപ്പറമ്പാണ്. ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ആൻസർ ഓപ്ഷൻ സി ചിറ്റയം ഗോപകുമാറാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വട്ടച്ചൊറി ആണ്. പേശി പ്രവർത്തനങ്ങൾ ഏകോപിച്ച് ശരീരതുലത പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ എ സെറിബെല്ലമാണ്. റെറ്റിനോൾ എന്ന പേശികൾ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വൈറ്റമിൻ എ ആണ്. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മധ്യപ്രദേശ് ആണ്. ഒരു ഗ്ലാസ് തണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയപ്പോൾ അതെന്ത് സംഭവിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. ഭ്രമണചലനത്തിൽ ബലത്തിനോട് തുല്യമായതെന്ത്? ആൻസർ ഓപ്ഷൻ ഡി ടോർക്കാണ്. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ള പദാർത്ഥം ഏത്? ആൻസർ ഓപ്ഷൻ സി ജലം ആണ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമാൻ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അൾട്രാ വയലറ്റ് മേഖലയാണ്. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ധാതുവാണ് എന്ന ആശയം മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞനാര്? ആൻസർ ഓപ്ഷൻ ബി അറീനിയസ് ആണ്. കാർബണിൻ്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏത്? ആൻസർ ഓപ്ഷൻ സി ഗ്രാഫൈറ്റ് ആണ്.
കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ നാടക രംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ഐഷയെ ലഭിച്ച അവാർഡുകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി 1, 3, 4 എന്നിവയാണ്. അതായത് എസ്.എൽ. പുരം സദാനന്ദൻ പുരസ്കാരം ശരിയാണ്. തോപ്പിൽ ഭാസി പുരസ്കാരം ശരിയല്ല. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ശരിയാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡ് അതും ശരിയാണ്. അതായത് 1, 3, 4 മാത്രമാണ് ശരി. കായിക പ്രതിഭകളെയും ആത്മകഥകളെയും പേര് നൽകിയിരിക്കുന്ന ശരിയായവ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 1, 4 മാത്രമാണ് ശരി. സുനിൽ ഗവാസ്കർ സണ്ണി ഡേയ്സ് ശരിയാണ്. മേരി കോം പ്ലേയിങ് ഇറ്റ് ഇൻ മൈ വേ തെറ്റാണ്. സച്ചിൻ ടെണ്ടുൽക്കർ അൺബ്രേക്കബിൾ തെറ്റാണ്. സൈന നെഹ്വാൾ പ്ലേയിങ് ടു വിൻ അതും ശരിയാണ്. അതായത് 1, 4 മാത്രമാണ് ശരി. നോവലിലെ നോവലിസ്റ്റിൻ്റെ പേരുകൾ ചേർത്ത് നൽകിയതിൽ ശരിയായ യോജിപ്പിച്ച് ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1, 3 മാത്രമാണ് ശരി. ബുദ്ധിനി സാറ ജോസഫ് ശരിയാണ്. നീഷ സുഭാഷ് ചന്ദ്രൻ തെറ്റാണ്. റാം സി ഒ ആനന്ദി അഖിൽ പി ധർമ്മജൻ ശരിയാണ്. സമുദ്രശില എസ് ഹരീഷ് അത് തെറ്റാണ്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനുമായ ഡോക്ടർ എം കുഞ്ഞാമ്മനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 2, 3 മാത്രമാണ് ശരി. കോട്ടയം ജില്ലയിൽ പാലേ ജനിച്ചു അത് തെറ്റാണ്. എതിര് എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു. ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു അതും ശരിയാണ്. ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് അതും തെറ്റാണ്. അതായത് 2, 3 മാത്രമാണ് ശരി. 072663 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ബി 124 ആണ്. സമയം 4:20 ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഇടയിലുള്ള കോണളവ് എത്ര? ആൻസർ ഓപ്ഷൻ ഡി 10 ആണ്. 2001 ജനുവരി 5 വെള്ളിയാഴ്ചയാണെങ്കിൽ 2010 ജനുവരി 5 ഏത് ദിവസമായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ചൊവ്വയാണ്. ക്ലോക്കിലെ സമയം 5:10 കണ്ണാടിയിലെ പ്രതിബിംബത്തിൻ്റെ സമയം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി 6:50 ആണ്. ഒരാൾ ഒരു സ്ഥലത്ത് നിന്നും കിഴക്കോട്ട് 60 മീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 80 മീറ്ററും തുടർന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 20 മീറ്ററും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 20 മീറ്ററും സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്ന് എത്ര ദൂരത്തിലായിരിക്കും? ആൻസർ ഓപ്ഷൻ എ 100 മീറ്ററാണ്. ഒരു ചതുരത്തിൻ്റെ നീളം 30% വർദ്ധിക്കുകയും വീതി 30% കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവിൽ എന്ത് മാറ്റം ഉണ്ടാകും? ആൻസർ ഓപ്ഷൻ ബി 9% കുറയും. എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എ 5 ദിവസം ജോലി ചെയ്തതിന് ശേഷം നിർത്തിപ്പോയി. ബാക്കി ജോലി ചെയ്തു തീർക്കാൻ ബിക്ക് എത്ര ദിവസം വേണം? ആൻസർ ഓപ്ഷൻ ഡി 9 ദിവസമാണ്. 15 പേരുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം എന്ന് കിട്ടി. പിന്നീട് 2 പേരുടെ ഭാരങ്ങൾ രേഖപ്പെടുത്തിയത് തെറ്റാണെന്ന് ശരിയായ ഭാരങ്ങൾ 56, 64 ആണെന്നും മനസ്സിലാക്കി. എങ്കിൽ ശരിയായ ഭാരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 51 കിലോഗ്രാമാണ്. 12 സെൻറ്റിമീറ്റർ നീളം 10 സെൻറ്റിമീറ്റർ നീളം വീതിയുമുള്ള ഒരു ചതുരത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വൃത്തത്തിൻ്റെ പരപ്പളവ് എത്ര? ആൻസർ ഓപ്ഷൻ 25 പൈ സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഒരാൾ ഒരു സാധനം 20% നഷ്ടത്തിൽ വിറ്റു. 150 രൂപ വില കൂട്ടി വിറ്റിരുന്നെങ്കിൽ 10% ലാഭം കിട്ടുമായിരുന്നു. അതിൻ്റെ വാങ്ങിയ വില എത്ര? ആൻസർ ഓപ്ഷൻ ഡി 600 രൂപയാണ്. ഭൂരാശ നിയമപ്രകാരം അപേക്ഷന് താഴെ പറയുന്ന ഏതാണ് പൊതുരേഖയായി കണക്കാക്കാൻ സാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി മറ്റൊരാളുടെ ജാതി സർട്ടിഫിക്കറ്റാണ്.
BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം കൊടുക്കേണ്ട ഫീസ്. ആൻസർ ഓപ്ഷൻ സി, ഫീസ് നൽകേണ്ടതില്ല. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് കൊടുക്കണം? ആൻസർ ഓപ്ഷൻ ഡി, കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി. ആൻസർ ഓപ്ഷൻ സി, 5 വർഷമാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിക്കുന്ന വിവരങ്ങൾ നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴ സംഖ്യ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 25,000 രൂപയാണ്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം. ആൻസർ ഓപ്ഷൻ ബി, ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. ആൻസർ ഓപ്ഷൻ എ, 3 വർഷമാണ്. കസ്റ്റഡി മരണം ഇനി സ്പെഷ്യൽ ടോപ്പിക്കാണ്. കസ്റ്റഡി മരണങ്ങൾ മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്യണം. ആൻസർ ഓപ്ഷൻ ബി, 24 മണിക്കൂറാണ്. നെൽസൺ മണ്ടേല റൂൾ എന്നിപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസൺസ് ആണ്. മനുഷ്യാവകാശ ലംഘനവുമായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര വർഷങ്ങൾക്ക് കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. ആൻസർ ഓപ്ഷൻ എ, 1 വർഷമാണ്. കേരള സംസ്ഥാന രൂപം കൊണ്ട് ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, തവനൂരാണ്. കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിസ്റ്റ് ആക്ട് പ്രകാരം കരുതൽ തടങ്കൽപ്പെടുന്ന ആർക്കൊക്കെ പാർപ്പിക്കാനാണ് ജയിൽ? ആൻസർ ഓപ്ഷൻ ഡി, സെൻട്രൽ ജയിൽ. ജയിൽ ഉദ്യോഗസ്ഥന് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ച സ്ഥാപനം. ആൻസർ ഓപ്ഷൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനാണ്. കേരള സംസ്ഥാന ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര്. ആൻസർ ഓപ്ഷൻ ബി, ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസ് എന്നാണ്. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി എത്ര? ആൻസർ ഓപ്ഷൻ ബി, 6 വയസ്സാണ്. മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി, ഫ്രോയിഡ് ആണ്. ദൈനംദിന സാഹചര്യത്തെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നത് ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഉത്കണ്ഠയാണ്. ബുദ്ധി ബഹുമത സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ, ഗാർഡനറാണ്. അക്രമോത്സവവും നിരീക്ഷണവും വഴി പഠിക്കുന്ന എന്ന പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സിദ്ധാന്തികൻ ആര്? ആൻസർ ഓപ്ഷൻ എ, ബന്ദുരയാണ്. താഴെ കൊടുത്ത ആന്തരിക അഭിപ്രേരണത്തിൽ ഉണ്ട്. ആൻസർ ഓപ്ഷൻ ഡി, ആത്മസംതൃപ്തിയാണ്. ഗുരുതര പരിക്കിനെ തുടർന്നുള്ള മരണസാധ്യത തടയുന്നതിനായി ചികിത്സ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് അപകടം കഴിഞ്ഞ ഉടനെയുള്ള 1 മണിക്കൂർ സമയം വളരെ പ്രധാനമാണ്. ഈ മണിക്കൂർ അറിയപ്പെടുന്നത് സുവർണ മണിക്കൂർ എന്നാണ്. ആൾക്കാരെയോ ചരക്കോ കൊണ്ടുപോകുന്നതിനായി ഒരു മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന കുറഞ്ഞത് 2 ചക്രങ്ങളിലുമുള്ള സ്വയം പ്രൊഫഷണൽ ഇല്ലാത്ത ഒരു റോഡ് വാഹനം ഏത് കാറ്റഗറിയിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, കാറ്റഗറി ടി ആണ്. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്ന കുറഞ്ഞ പ്രായപരിധി. ആൻസർ ഓപ്ഷൻ സി, 20 ആണ്. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഫോറം 1A നൽകേണ്ടി വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, 1, 3 ആണ്. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ അതുപോലെ അപേക്ഷകന് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ.
കേരള മോട്ടോർ വാഹന റൂൾസ് 1980 ലൈസൻസ് അതോറിറ്റി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യ കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റൂൾ. ആൻസർ ഓപ്ഷൻ ബി റൂൾ 19 ഒരു കോൺട്രാക്ട് കാരിയേജ് വാഹനത്തിൻ്റെ പെർമിറ്റ് കാലാവധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 5 വർഷമാണ്. 6 വർഷം പഴക്കമുള്ള ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് ലഭിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കാലാവധി എത്ര? ആൻസർ ഓപ്ഷൻ എ 2 വർഷമാണ്. മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 റൂൾ 3 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ മറ്റ് റോഡ് ഉപയോക്താക്കളോടും പൊതുജനങ്ങളോടും ഉള്ള ഒരു ഡ്രൈവറുടെ കടമയാണ്. പരസ്പരം കടന്നു പോകാൻ സൗകര്യമുള്ള മൗണ്ടൻ റോഡുകളും കുത്തനെയുള്ള റോഡുകളും ഒരു വാഹനം കയറി വരുന്ന ഇറങ്ങുന്ന വാഹനം ഡ്രൈവറുടെ തൻ്റെ വാഹനം. ഓപ്ഷൻ ബി 1, 3 ഇടതുവശം ചേർന്ന് ഒതുക്കി നിർത്തേണ്ടതാണ്. അതുപോലെ കയറ്റം കയറി വരുന്ന വാഹനം ആദ്യം കയറ്റി വിടേണ്ടതാണ്. 2 ചക്രങ്ങൾ കൂടുതലുള്ള ഒരു വാഹനം റോഡ് തടസ്സമാകുന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയാൽ ചെയ്യേണ്ട മുൻകരുതൽ. ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ ഉടൻ തന്നെ പ്രവർത്തിപ്പിക്കണം. ഹൈവേയിലോ മേജർ റോഡിലോ ആണെങ്കിൽ വാഹനത്തിൻ്റെ 50 മീറ്റർ പിന്നിലായി റിഫ്ലക്റ്റഡ് ട്രാഫിക് വാർണിംഗ് ട്രയാങ്കിൾ വച്ചിരിക്കണം. വാഹനം കിടക്കുന്നതിനും വളവിലുമാണെങ്കിൽ വളവിന് മുന്നിലായി റിഫ്ലക്റ്റഡ് ട്രാഫിക് വാർണിംഗ് ട്രയാങ്കിൾ വച്ചിരിക്കണം. താഴെ പറയുന്ന ഹാൻഡ് കൺട്രോളുകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1, 4 വൈപ്പർ ഇഗ്നിഷൻ. ഒരു ഡ്രൈവർക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തം ഏതല്ല? ആൻസർ ഓപ്ഷൻ ഡി 1, 4 മറ്റ് റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയെ കുറിച്ചുള്ള കരുതൽ. ഡിഫൻസിങ് ഡ്രൈവിംഗ് ആണ്. താഴെ പറയുന്ന ഏത് വാഹനത്തിലാണ് റോഡിൽ മുൻഗണന നൽകേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആംബുലൻസ് ആണ്. താഴെ പറയുന്ന ഏതെല്ലാമാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ് ടെക്നോളജി? ആൻസർ ജഡ്ജ്മെൻറ്റ്, ആൻറ്റിസിപ്പേഷൻ, എസ്കേപ്പ് റൂട്ട്. ഇതൊക്കെയാണ് എല്ലാം വരുന്നത്. MSM എന്നാൽ എന്ത്? ആൻസർ ഓപ്ഷൻ സി മീറ്റർ സിഗ്നൽ മാനേവർ ആണ്. കേരളത്തിൽ 4 വരി ഇല്ലാത്ത സ്റ്റേറ്റ് ഹൈവേ റോഡുകളിൽ ഒരു ചരക്ക് വാഹനം നിയമപരമായി സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി വേഗത എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി മണിക്കൂറിൽ 65 കിലോമീറ്റർ ആണ്. ലോഡ് ഉൾപ്പെടെ ഒരു വാഹനത്തിൽ അനുവദനീയമായ ഭാരം. ആൻസർ ഓപ്ഷൻ ഡി ഗ്രോസ് വെഹിക്കിൾ ഭാരമാണ്. റോഡ് അപകടം സംഭവിച്ചാൽ എത്ര സമയത്തിനകം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം? ആൻസർ ഓപ്ഷൻ 24 മണിക്കൂറാണ്. ജംഗ്ഷനുകളിൽ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം എവിടെ നിർത്തണം? ആൻസർ ഓപ്ഷൻ ബി സ്റ്റോപ്പ് ലൈനിൽ മുമ്പാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാതെ പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഡ്രൈവ് ചെയ്ത വാഹന ഉടമ രക്ഷാകർത്താവ് നൽകേണ്ട പിഴ തുക. ആൻസർ ഓപ്ഷൻ ഡി 25,000 ആണ്. ചുവടെ പറഞ്ഞ വാക്യങ്ങൾ തെറ്റായത് ഏത്? കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 126 പ്രകാരം അപകട പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ സി പേരും മേൽവിലാസം ആശുപത്രി അധികൃതർക്ക് നൽകിയിരിക്കണം. അത് തെറ്റാണ്. ആ ദൗത്യം ചെയ്ത വ്യക്തി ആശുപത്രി ചെലവഴിക്കേണ്ടതില്ല. ശരിയാണ്. ആശുപത്രി നടപടിക്രമങ്ങളോടൊപ്പം നൽകേണ്ടതില്ല. 3 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് മോട്ടോർ സൈക്കിളിലുള്ള യാത്ര സേഫ് ഹാർനസ് ഉപയോഗിക്കണം. താഴെ പറയുന്ന വാക്യങ്ങൾ ശരിയായത്? സ്വയം വിറ്റ്നസ് ആകാനും ആകാതിരിക്കാനും സാധിക്കും. മോട്ടോർ വാഹന നിയമപ്രകാരം കുത്തനെയുള്ള പിഴ അടയ്ക്കുന്നത് ഈ ചെല്ലാൻ മുഖേനയാണ്. വാഹനത്തിൻ്റെ രേഖകൾ പിടിച്ചെടുക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ. ആൻസർ ഓപ്ഷൻ ഡി ABC പോലീസ് ഓഫീസർ, AMVI സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ. വാഹനത്തിൽ നിയോഗിച്ച ഉദ്യോഗസ്ഥർ. വാഹനത്തിൽ ഫാസ്ടാഗ് പതിക്കേണ്ടത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ വിൻഡ് സ്ക്രീനിൽ. സ്പീഡ് ഗവർണർ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി ഫയർ ടെൻഡർ, ക്വാഡ്രി സൈക്കിൾ, ആംബുലൻസ്. ഒരു മോട്ടോർ വാഹനത്തിൽ നിന്നും പുറപ്പെടുവിക്കാവുന്ന പരമാവധി ശബ്ദത്തിൻ്റെ നിയന്ത്രണം എല്ലാ മോട്ടോർ വാഹനങ്ങൾക്കും ബാധകമാണ്.
ഹസാർഡസ് ഗുഡ്സ് വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏതല്ല? ആൻസർ ഓപ്ഷൻ ബി ഫയർ എക്സ്റ്റിങ്ക്വിഷർ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ, VLTD ഇതൊക്കെയാണ്. ഹസാർഡസ് ഗുഡ്സ് വാഹന ക്ലാസ് ലേബലിൻ്റെ വലിപ്പം? ആൻസർ ഓപ്ഷൻ ബി 250 MV² ആണ്.